പക്ഷേ ഇത് ഈ CPM ഒരു പരിപാടിക്ക് ഇതുപോലെ ഒന്ന് വിളിക്കുകയാണെങ്കിൽ നമ്മ പോവോ? ഇതെന്താ എനിക്ക് ആത്മഹത്യ ചെയ്യാന്നല്ലേ? പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് സ്വന്തം ഇഷ്ടപ്രകാരമാണോ അതോ BJP ഒന്ന് വിളിച്ചുകൊണ്ടാണോ പോയത്? അല്ല, പ്രധാനമന്ത്രിക്ക് എന്റെ വീട്ടിൽ വന്ന് എന്നെ കൊണ്ടുപോകാൻ പറ്റുമോ? അങ്ങനെ എന്റെ വീട്ടിൽ വന്ന് കൊണ്ടുപോയില്ല. പ്രധാനമന്ത്രി എന്നെ കൊണ്ടുപോയില്ലല്ലോ. ഇപ്പൊ BJP-ക്കാർ വന്ന് വിളിച്ചോണ്ടല്ലേ പോയത്? അതിപ്പോ ഏത് പാർട്ടിയാന്നോ? ഇപ്പൊ ഞാൻ ഇന്ന പാർട്ടി ഇന്നില്ല. ഈ പിണറായിയുടെ ആ ഗുണ്ടകളെ വെച്ച് ആര് വിളിച്ചാലും പാറും. അതുകൊണ്ട് ഇന്നവരൊന്നൊന്നുമില്ല. അവരെ വെച്ച് ആര് വിളിച്ചാലും ഞാൻ പോകാറുള്ളതാ. അത് പിന്നെയുള്ള കാര്യമാണ്. അത് ഇപ്പൊ പറയേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ പിന്നെയുള്ള കാര്യമാണ്. അത് പിന്നെ പറയാം. ഇപ്പൊ പറയാൻ നിങ്ങൾ എന്നാ ഇപ്പൊ ചോദിക്കുന്നതിന്റെ കാര്യം വോട്ടായില്ല. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇക്കുറി നരേന്ദ്രമോദിയുടെ കേരളത്തിലേക്കുള്ള വരവ് അതൊരു വരവ് തന്നെയായിരുന്നു. തൃശ്ശൂരിലേക്ക് തന്നെയാണ് എല്ലാ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും നേതാക്കന്മാർ വന്നിറങ്ങുന്നത്. മുമ്പ് അമിത്ഷാ വന്നു. അതുപോലെ തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് 6 മണ്ഡലങ്ങളാണ്. അതിൽ പ്രധാനമായിട്ട് തൃശ്ശൂരും തിരുവനന്തപുരവും. അതിൽ മുമ്പിൽ ഇപ്പോൾ തൃശ്ശൂർ തന്നെയാണ് അവർ നോട്ടമിട്ടിരിക്കുന്നത്. അവിടെ ഏതാണ്ട് സ്ഥാനാർത്ഥിയെ ഇനി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാൽ മതി. അവിടെ നരേന്ദ്രമോദി വന്ന് ഇത്രയും ജനലക്ഷങ്ങളെ, അതായത് പ്രത്യേകിച്ച് സ്ത്രീകളെ അഭിസംബോധന ചെയ്തു. പ്രധാനപ്പെട്ട സ്ത്രീ വ്യക്തിത്വങ്ങൾ നരേന്ദ്രമോദിയോടൊപ്പം വേദിയിലുണ്ടായിരുന്നു. അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അടിമാലിയിലെ 87 വയസ്സുകാരി മറിയക്കുട്ടി പിണറായി വിജയനെതിരെ ശക്തിയുക്തം നിരത്തിലിറങ്ങി പ്രതിഷേധിച്ച ഒരു വനിത. ആ വനിതയ്ക്ക് പിന്തുണയുമായിട്ട് ഇവിടുത്തെ സാംസ്കാരിക വനിതകളൊന്നും തന്നെ രംഗത്ത് വന്നില്ല എന്നുള്ളതാണ് ഏറെ കഷ്ടം. പക്ഷേ അതൊരൊറ്റയാൾ പോരാട്ടം തന്നെയാണ്. ആ പോരാട്ടമാണ് നരേന്ദ്രമോദി തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിലെ തേക്കിൻകാട് മൈതാനിയിൽ നടന്ന വേദിയിൽ മറിയക്കുട്ടിക്ക് ഇരിപ്പിടം കിട്ടിയതും. നരേന്ദ്രമോദിയുടെ ഒപ്പം വേദിയിലിരുന്ന മറിയക്കുട്ടിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയോടൊപ്പം ഇരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുകയാണ് ഞങ്ങളുടെ പ്രതിനിധി അഭിലാഷുമായി. അല്ല, ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെ അടുത്ത് കണ്ടിരുന്നു. അപ്പൊ സന്തോഷമായി ഒരുപാട്. സന്തോഷമായി. എന്താ സംസാരിച്ചേ? ഇന്ത്യയല്ല സംസാരിച്ച, അതുകൊണ്ട് എനിക്ക് അറിയില്ല. ഇത്രയും ജനം ഉണ്ടായിരുന്നല്ലോ. നല്ല ജനം ഉണ്ടായിരുന്നു. പക്ഷേ ഈ CPM ഒരു പരിപാടിക്ക് ഇതുപോലെ ഒന്ന് വിളിക്കുകയാണെങ്കിൽ നമ്മ പോവോ? ഇതെന്താ എനിക്ക് ആത്മഹത്യ ചെയ്യാന്നല്ലേ? ആത്മഹത്യ ചെയ്യാൻ അറിയാലോ. അതിന്റെ ആത്മഹത്യ ചെയ്യാ. സർക്കാരിന് അവര് ആ കുഞ്ഞു കൊച്ചങ്ങളുടെ എന്ത് തെറ്റി ചെയ്തിട്ട് അവരെ പീഡിപ്പിച്ച് വന്നത്? അവരെ വിശ്വസിക്കാൻ കൊള്ളാവോ നമുക്ക്? ഈ സർക്കാരിനെ വിശ്വസിക്കാൻ കൊള്ളൂലെന്നാണോ അതോ മുഖ്യമന്ത്രിയെ വിശ്വസിക്കാൻ കൊള്ളൂലെന്നാണോ നമ്മ പറയണത്? ആ ഒരെണ്ണത്തിനെ വിശ്വസിക്കാൻ കൊള്ളാം. മുഖ്യമന്ത്രി വല്ലതാണെങ്കിൽ ഈ ആ കൊച്ചൊക്കെ ഒന്ന് ആ പ്രതികളെ പിടിക്കാതെ പിന്നെ ആ യാത പോയി ആ കൊച്ചങ്ങളെ തലേദം തെറ്റി പൊളിച്ചത് മുഖ്യമന്ത്രി വല്ലതാണെങ്കിൽ ആ ഇടപാട് ഉണ്ടാവില്ല. അത് മുഖ്യമന്ത്രിയായിട്ട് ചെയ്യിപ്പിക്കുകയാണോ? മുഖ്യമന്ത്രി കൂടെ പറഞ്ഞത് ചെയ്യിപ്പിച്ചതല്ലേ? ഞാൻ മുഖ്യമന്ത്രിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കൊന്ന ആ പ്രതികളെ ഞാൻ പണ്ടാ പിടിച്ചാതെ. അങ്ങനെ തന്നെ ഞാൻ പറയോടെ. ഈ സമരം ചെയ്യുന്ന പോലീസുകാരെ അടിച്ചത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടല്ലല്ലോ. അതെ യൂണിഫോം കൊടുത്തിട്ടുണ്ട്. കണ്ണൂരുള്ള CPM-കാർക്ക് കുറുവടിയും കൊടുത്തിട്ടുണ്ട്. യൂണിഫോം തയ്ച്ച് വെച്ചേക്കുക. അവരാ പോലീസിന്റെ ഇടയ്ക്ക് ആ തലയെല്ലാം തല്ലി പൊട്ടിച്ച. അതിനൊരു സംശയമില്ല. അത് കണ്ണൂരുണ്ട്, അതിന് ഇടപാടി ചെയ്ത് വെച്ചേക്കുക. യൂണിഫോം തയ്ച്ച് വെച്ചേക്കുമല്ലേ പോലീസിന്റെ. ഇടക്കാട് നടത്തുമല്ലേ അവര്. അതിനൊരു സംശയമില്ല. പോലീസ് ചെയ്യുന്നത് നിയമമല്ലേ, സമരം ചെയ്യുന്നതല്ലേ? അതിന്റെ ഇടക്കാട് നടത്താൻ നിയമമാണോ? പോലീസ് ചെയ്യണ നിയമമാണെങ്കിൽ ആ പണ്ടും അങ്ങനെ നടക്കണ്ട. ഈ പിണറായി മുഖ്യമന്ത്രി തന്നെ ഭരിക്കുമ്പോ ഈ പരിപാടി നടക്കുമ്പോ അങ്ങനെ നിയമമാണെങ്കിൽ എല്ലാരും ഭരിച്ചപ്പോ കാണിച്ചില്ല. എത്ര പേര് ഭരിച്ച അവരൊന്നും ഇങ്ങനെ കാണിച്ച് ഞാൻ കണ്ടിട്ടില്ല. അമ്മ അതുപോലെ പറയുന്നുണ്ട് ഇപ്പൊ കേന്ദ്രമാണ് അരി തരണതെന്ന്. പക്ഷെ അപ്പൊ അമ്മക്ക് കേരളത്തിൽ നിന്ന് ഒരു അരി ഒന്നും കിട്ടുന്നില്ലേ? ഇല്ല, ഇന്ന് തന്നിട്ടില്ല. എനിക്ക് 30 കിലോ അരി ഉണ്ടായിരുന്നു. വെട്ടിക്കളഞ്ഞ് 4 കിലോയെ ആക്കിയായിരുന്നു. ഇപ്പൊ റേഷൻ കടയിൽ അല്ല അമ്മക്ക് ഇപ്പൊ റേഷൻ കടയിൽ നിന്ന് അരി കിട്ടുന്നില്ലേ? ആ കേരളത്തിന്റെ പറഞ്ഞു എനിക്ക് 30 കിലോ അരി ഉണ്ടായിരുന്നു. ഇവര് കയറിയപ്പോ വെട്ടിക്കളഞ്ഞേ. എന്നിട്ട് എന്റെ കൂടെ ഉള്ള CPM-കാരിയാ
അവൾക്ക് ഇപ്പോഴും 30 ഇല്ല ഉണ്ട്. അവൾ ഒറ്റയ്ക്കുള്ള വീട്ടില്. അതന്നെ അങ്ങനെ. എന്റെ ആധാറൊക്കെ മേടിച്ച് അതെല്ലാം ശരിയാക്കി. കാരണം ഇവരുടെ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടാ അത് ഒപ്പിച്ചതെന്ന് എനിക്കറിയാം. അല്ല, എന്റെ കൂടെ നടക്കുന്ന ആ കുഞ്ഞാനമ്മയ്ക്കുണ്ടല്ലോ 30 കിലോ അരിയുണ്ട്. ആ ഒറ്റയ്ക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ വ്യത്യാസം കാണുന്നുണ്ടല്ലോ. ആധാറിന് വ്യത്യാസം വന്നോ? എനിക്ക് മാത്രമുള്ള ആധാറിന് വ്യത്യാസം വന്ന എങ്ങനെയാ? അമ്മയ്ക്ക് കിട്ടുന്ന അരി മനഃപൂർവ്വം വെട്ടി തുറച്ചെന്നാണോ പറയണത്? അതെ 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 അതെ. അതിന് ഞാൻ ഈ ഇവരുകാരനെ വൃത്തിയായിട്ട് പറയാറുണ്ട്. അതുകൊണ്ട് 8 പേരാക്കിയ എന്റെ അന്യത. കോൺഗ്രസിൽ കുറെ പേരുടെ കളഞ്ഞു, ഇത്തിരി പേരുടെ കളഞ്ഞിട്ടുണ്ട്. എന്റെ അന്യത. ഈ ആ കാർഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ 2 പേരോ 3 പേരൊക്കെ അല്ല കഴിവുള്ളവര് CPM-കാർക്ക് പ്രത്യേകം മഞ്ഞക്കാർക്ക് കൊടുത്തേക്കാ. മറിയച്ചേട്ടത്തിയുടെ അരി വെട്ടിക്കല്ലേ? മറിയച്ചേട്ടത്തിയുടെ കിട്ടിയാ CPM-കാർ കൊണ്ടുപോവുക. അത് ആർക്കും കിട്ടിയതാ, മറ്റാർക്കും കിട്ടിയതാ. CPM കേന്ദ്രത്തിന്റെ പേര് പറഞ്ഞ കാര്യം നടത്തണേ അവരാ നടത്തണേ. അവർക്ക് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കൊടുക്കാറുള്ളൂ. മറിയച്ചേട്ടത്തിന്റെ അരി വിഹിതം വെട്ടിച്ചുറച്ചിട്ട് കേരള സർക്കാർ എന്ത് കിട്ടാനാണ്? അത് ഈ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആൾക്കാരാ ഇതൊക്കെ ചെയ്താക്കണേ, വേറെ ആരും അല്ല. അല്ല, അത് അവർ ഈ അരിവിഹിതം വെട്ടിച്ചുറച്ചിട്ട് അവർക്ക് എന്ത് കിട്ടാനാണ്? അവർക്ക് ഒത്തിരി വീട്ടാണ്ട് പോയി. അപ്പൊ ഈ ഓരോരുത്തരെ തരുവ ഇത് പോയിട്ട് അവർക്ക് എന്ത് കിട്ടണ? ചോര കിട്ടണില്ലേ? ചോര കിട്ടണുണ്ടല്ലോ. അതൊക്കെ എന്ത് സന്തോഷമാണെന്നറിയാം മുഖ്യമന്ത്രിക്ക്. ചോര കാണുന്നത് ഭയങ്കര ഇഷ്ടാ. അതൊരു സംശയമില്ല. അത് തന്നെയാ ഇതും ഈ കാണിച്ചതും. അതെ, കാര്യം പറയുന്നവര് അവരെന്തും ചെയ്യും. അരി കഞ്ഞൂടി എല്ലാം മുട്ടിക്കുക അവരെല്ലാം ചെയ്യണവരാ. ഈ പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് സ്വന്തം ഇഷ്ടപ്രചാരമാണോ പോയത്? BJP വിളിച്ചുകൊണ്ടാണോ പോയത്? പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് സ്വന്തം ഇഷ്ടപ്രചാരമാണോ അതോ BJP വന്ന് വിളിച്ചുകൊണ്ടാണോ പോയത്? അല്ല, പ്രധാനമന്ത്രിക്ക് എന്റെ വീട്ടിൽ വന്ന് എന്നെ കൊണ്ടുപോകാൻ പറ്റുമോ? അങ്ങനെ എന്റെ വീട്ടിൽ വന്ന് കൊണ്ടുപോയില്ല. പ്രധാനമന്ത്രി എന്നെ കൊണ്ടുപോയില്ലല്ലോ. ഇപ്പൊ BJP-ക്കാർ വന്ന് വിളിച്ചോണ്ടല്ലേ പോയത്? അതിപ്പോ ഏത് പാർട്ടിയാന്നോ? ഇപ്പൊ ഞാൻ ഇന്ന പാർട്ടി ഒന്നുമില്ല. ഈ പിണറായിയുടെ ആ ഗുണ്ടകളെ വെച്ച് ആര് വിളിച്ചാലും പാറും. അതുകൊണ്ട് ഇന്നവരൊന്നൊന്നുമില്ല. അവരെ വെച്ച് ആര് വിളിച്ചാലും ഞാൻ പോകാറുള്ളതാ. അവരോട് മാത്രം ഇത്ര ശത്രുത എന്തുകൊണ്ടാണ് കാണിക്കണത്? ഈ പെൻഷൻ തരാത്ത കാര്യം മാത്രമല്ലേ ഉള്ളൂ? അല്ല വീട് കയറി ഞങ്ങളെ ഉപദ്രവിക്കാറുണ്ട്. വീട് കയറി ഒത്തിരി വീട്ടിൽ കയറി പെണ്ണുങ്ങളെ ഉപദ്രവിക്കുക, ഒറ്റക്കാര് പെണ്ണുങ്ങളെ ഉപദ്രവിക്കുക, നൂലുവസ്ത്രം ഇല്ലാത്ത പുസ്തകം കൊണ്ടുവരുന്നൊക്കെ പരിപാടി അവർക്ക് ഉണ്ട്. എന്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട് 5 പുസ്തകം. നൂലുവസ്ത്രം ഇല്ലാത്ത പുസ്തകം അവർ കൊണ്ടുപോയിട്ടുണ്ട്. ആളെ ഞാൻ കണ്ടിട്ടുമുണ്ട്. കൊണ്ടുപോയിട്ട് ആളെ കൊടുക്കാൻ കണ്ടത് ആളെയും ഞാൻ കണ്ടു ആളെ. അപ്പൊ CPM-കാരെ ഇത്തരം കാണിക്കുന്നത് വേറെ എന്തെല്ലാം പാർട്ടിക്കാരുണ്ട്. എല്ലാവരും എനിക്കറിയാം, എല്ലാ പാർട്ടിയും എനിക്കറിയാം. അവർ ഈ വൃത്തിയോട് ചെയ്തിട്ടില്ല. അപ്പൊ അവരെ പറയാതെ എന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ പല വീടുകളിൽ ഉപദ്രവിച്ച് എന്റെ കണ്ണാനെ കണ്ടിട്ടുണ്ട്. കണ്ടേക്കാ പറയണേ, കാണാനൊന്നുമല്ല പറയണേ. തെളിവ് വരെ എനിക്ക് കഴിവുണ്ടാവും. എന്താ പറയണേ? BJP-ക്കാർ ഇനി അമ്മ മത്സരത്തിന് ഒരു തെരഞ്ഞെടുപ്പിന് നിർത്തുകയാണെങ്കിൽ അമ്മ നിൽക്കുവോ? അത് പിന്നെയുള്ള കാര്യമാണ്. അത് ഇപ്പൊ പറയേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ പിന്നെയുള്ള കാര്യമാണ്. അത് പിന്നെ പറയാം. ഇപ്പൊ പറയാൻ നിങ്ങൾ എന്നാ ഇപ്പൊ ചോദിക്കുന്നതിന്റെ കാര്യം വോട്ടായില്ല. ഇപ്പൊ ഇലക്ഷൻ വരികയല്ലേ? അടുത്ത ഇലക്ഷൻ വരുമ്പോ എന്താണ് അമ്മ BJP കൂടെ ആയിരിക്കും? അത് അന്ന് പറയാന്നേ. ഇപ്പൊ പറയണ എന്തിനാ? അത് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ നടക്കുള്ളൂ. അന്നുള്ള കാര്യം ഇപ്പൊ പറയണ എന്തിനാ? ഇപ്പൊ ഈ പിണറായി മുഖ്യമന്ത്രി അമ്മയ്ക്ക് പെൻഷൻ കിട്ടില്ല. അമ്മയ്ക്ക് ഇപ്പൊ പെൻഷൻ തരാത്ത മാത്രം തെറ്റല്ലേ അമ്മയോട് സർക്കാർ കാണിച്ചിട്ടുള്ളൂ? അല്ല പെൻഷൻ തന്നെയല്ല. ഞങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട്. നൂലുവസ്ത്രമില്ല പുസ്തകം കൊണ്ടുപോയിട്ട് എന്റെ അരി വെട്ടി കുറച്ചിട്ടുണ്ട്. എന്റെ തെങ്ങ് വിടുന്നു. ചൊട്ടയിട്ട തെങ്ങയിൽ കയറി മണ്ണെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്നെ. എന്തെല്ലാം പറയാൻ ഒത്തിരി ഉണ്ട്. ഇതെല്ലാം ചെയ്ത CPM-കാരാണെന്ന് നമ്മ പറയണത്. എന്റെ കണ്ണിൽ കാണുന്ന ആൾക്കാർ പിന്നെ വേറെ പാർട്ടിയാണ്. ഞാൻ കണ്ടേക്കണല്ലേ. പിന്നെ എന്തുകൊണ്ട് അമ്മ ഇത് പോലീസിൽ പരാതി പറഞ്ഞില്ല? തൊട്ട അയലക്കത്തെ വീട്ടിലെ മതില് കുത്തിപ്പൊളിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് ഞാൻ നോക്കിയിരുന്നു. അവര് മൂന്ന് പേര് വിളിച്ച് ഞാൻ കണ്ടോണ്ട് വന്നു. പോലീസ് വന്നപ്പോ കണ്ടത് പറഞ്ഞില്ല. എന്താന്ന് പോലീസ് ചോദിച്ചു. കണ്ടത് പറഞ്ഞില്ല. അപ്പൊ ആ പോലീസ് അവരിക്കാന്ന് എനിക്ക് മനസ്സിലായല്ലോ. കണ്ടത് പറഞ്ഞില്ലെങ്കിൽ. അപ്പൊ കണ്ടത് പറഞ്ഞില്ലെങ്കിൽ എന്നാന്ന് ഒരു പോലീസ് ചോദിക്കാൻ കൊള്ളാവോ? അതെന്നാ കണ്ടത് പറഞ്ഞു? അത് നിങ്ങക്ക് കണ്ടത് പറഞ്ഞില്ലെങ്കിൽ എന്നാന്ന് അവര് പോലീസിന് ചോദിക്കാൻ പറ്റിയ തൊഴിലാണോ അത്? കണ്ടത് പറഞ്ഞില്ല. പിന്നെ എന്തിനാ പോലീസ് വെച്ചാണേ? അതെന്തിനാ കണ്ടത് പറയാൻ പാടില്ലെന്ന്
അത് എവിടെയാ പറഞ്ഞേക്കണേ? CPM-ന്റെ പോലീസിനാ പറയാവുള്ളോ? കണ്ട് പറഞ്ഞില്ലെങ്കിൽ എന്നാണ് അല്ല അമ്മ ഇത്ര CPM ഇത്ര CPM-ന്റെ പോലീസാന്നേ. അവരുടെ പോലീസാ ഇപ്പേ. ശരി അമ്മ. ഓക്കെ. നാട് ഭരിക്കണമെങ്കിൽ ഉണ്ടല്ലോ നല്ല ആളെ നിർത്തിയില്ലെങ്കിൽ എല്ലാം ഉണ്ടാവും. ഓക്കെ അമ്മ. ശരി അമ്മ. ഓക്കെ. നാട് ഭരിക്കുന്ന ആള് നല്ല അല്ലെങ്കിൽ ഈ ഇതെല്ലാം നടക്കും. അവരിപ്പോ ഇങ്ങോട്ട് പറയണ്ട അല്ല മണിപ്പൂര് ഇവിടത്തെ കൊല്ലി കഴിഞ്ഞിട്ട് വേണ്ട ഇവിടെ നന്നാക്കിയുണ്ട്. മണിപ്പൂര് പോയി ഇവിടെ എന്നാ നടക്കണേ? ഈ 6 വയസ്സായ 5 വർഷങ്ങൾ എന്നാ പാവം ചെയ്തിട്ട് അവരെ പീഡിപ്പിച്ചു കിടന്ന് കെട്ടിച്ചൂക്കണേ. ജനലേക്കടെ ചാടിപ്പോണത് വരെ കണ്ടിട്ട് ഇത്രയും തെളിവുണ്ടായിട്ട് അവനെ വെറുതെ വിട്ടതിന്റെ ഉദ്ദേശം എന്നാ? അവനെ വെറുതെ വിടുവല്ലേ ഇത്? തെളിവുകളുണ്ടെങ്കിൽ മാത്രമേ അമ്മ എന്തും ചെയ്യാൻ പറ്റുള്ളൂ പോലീസിന്. അല്ല കോടതി പോലും പാടില്ല എന്ന് പറഞ്ഞാൽ CPM-ന്റെ പോലും ഓഫീസ് ഇവിടെ ചെറുതോണി അവിടെ പണിതിട്ടുണ്ടല്ലോ. കോടതി പോലും നിരക്കിയതാ. അപ്പൊ വർഗീസ് അത്രയും ബലമായിട്ട് പണിതല്ലോ. അപ്പൊ പോലീസ് ചീട്ടുകളിക്കാരെ SI പോലീസുകാർ പിടിച്ചിട്ട് ആ പോലീസ് SIയുടെ കോളിന് പിടിച്ച് ചിറ്റുന്ന വർഗീസ്. അപ്പൊ ആരാ മുഖ്യമന്ത്രി? CPM ചെയ്യുന്ന എല്ലാ തെറ്റും മുഖ്യമന്ത്രിയുടെ തലയിൽ എന്തിനാ വെക്കുന്നത്? അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. അല്ല ഞാൻ ചോദിക്കണേ, ഇത്രയും ജയശ്രീകരൊരു SIയുടെ കോളിന് പിടിക്കുന്നത് പിന്നെ മുഖ്യമന്ത്രിന്റെ പിന്നെ ആരാ പറയണേ? ആ കസേര തല്ലിയ മന്ത്രിമാരല്ല അതിന്റെ അകത്തുള്ളൂ. നിലപാടിനുള്ള ഒരു മന്ത്രി അതിന്റെ അകത്തുണ്ടോ? ഒരെണ്ണെങ്കിലും ഉണ്ടോ അതിന്റെ അകത്ത്? അതിന് കൊള്ളരുതാത്തതേ ഉള്ളൂ. ഞാൻ TV കണ്ടോണ്ടിരുന്ന മന്ത്രിമാരാ ഇന്ന് അതിന്റെ അകത്ത് ഇരിക്കുന്നത്. പിന്നെ എന്തോരം ഗുണം വരും? പോലീസുകാരി ചെയ്യണം നല്ലതാണ്. അടി കൊണ്ടാ ഞാൻ മാറ്റി നിർത്തും. കല്യാണ കസേരയൊക്കെ വെച്ചിരുന്ന് എന്റെ കണ്ണാട് കണ്ടിട്ട് ഞാൻ പോയിട്ടുള്ള ഞാൻ കണ്ടതാ. അടിമാരില്ല തല്ലി കൊണ്ടാണ് നീങ്ങിയിരിക്കുന്നത്. നേതാവും കൂടി വന്നേക്കുക. എന്നിട്ട് തല്ലിയാളെ കസേര ഇരുത്തിയേക്കും. അതൊക്കെ ഞാൻ വിളിച്ചു പറയാതിരിക്കുവോ? ഇതൊരു സമയം കിട്ടുമ്പോ ഞാനത് പറയും. ഇവരുടെ കാലത്താണ് പെൻഷൻ കിട്ടാതിരുന്നാൽ 4 ദിവസം കഴിയുമ്പോൾ ഇവര് 9 മാസമൊക്കെ പറയേണ്ടത്. എത്രയും കാലമാണ് ഇവർക്ക് എവിടെ നിന്ന് കിട്ടി പറയാൻ? ഞാനും പെൻഷൻ ഇതിനു മുമ്പും വേറെ മുഖ്യമന്ത്രിമാര് ഭരിച്ചപ്പോൾ പെൻഷൻ കിട്ടാതിരുന്നിട്ടുണ്ട്. ഇതുപോലെ അരി കെട്ടി മുഖം നോക്കി ചെയ്യണ ഒരു മന്ത്രിമാരെ ഞാൻ കണ്ടിട്ടില്ല. അല്ല ഞാൻ ചോദിക്കാം, ഈ വിനോദയാത്ര നടത്തിയല്ലോ, ആ വിനോദയാത്ര നടത്തുന്നതിന് കാശ് വേണ്ടായി? ജനങ്ങളെ പരാതി വാങ്ങിച്ച ജനങ്ങൾക്ക് എന്നാ ഗുണം കിട്ടുക? ഇന്നും കഞ്ഞിക്കില്ല. എന്തെങ്കിലും ഗുണം കിട്ടുക? എത്ര പേർക്ക് ജോലി കൊടുത്തു? ഇവിടെ ഇതുവരെ മാർക്കം വന്നിട്ടില്ല കേട്ടോ. ആ യാത്രക്കാർക്ക് ആൾക്കാർക്ക് ഗുണം ചെയ്ത് അല്ലെങ്കിൽ ഏക്കർ കൊടുത്ത് വീട് കൊടുത്തു ജോലി കൊടുത്ത് ഇന്നുവരെ ആയിട്ടുള്ള ഇത് വന്നിട്ടില്ല കേട്ടോ. ജനങ്ങളെ പരാതി വാങ്ങിക്കാൻ വേണ്ടിയാണ് പോയത്. വിനോദയാത്ര അല്ല, ജനങ്ങളെ പരാതി വാങ്ങിക്കാൻ വേണ്ടിയാണ് പോയത്. അല്ല അതിനാണ് ഈ കക്കൂസുകട മേടിക്കുന്നത്. അതിന് ഓഫീസില്ല, ഇതുവരെ അങ്ങ് കൊടുത്തില്ലല്ലോ. അല്ല പെരുവഴി കൊടുത്തിട്ട് ആർക്കും ഗുണം വന്നില്ലല്ലോ. പെരുവഴി കൊടുത്തല്ലോ ഗുണം ആർക്കെങ്കിലും ഒരാൾക്ക് ഗുണം കിട്ടിയതായിട്ട് അറിവില്ലല്ലോ. പരാതി വാങ്ങിച്ചല്ലോ, ഇനി വരുന്ന ദിവസങ്ങൾ ഗുണം വരും. വാങ്ങില്ല, അതിപ്പോ അഖിലേക്ക് കളയാൻ പറ്റില്ല. അതാ നീന്തിക്കുളം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന്റെ അരി കൊണ്ട് വെച്ചാലോ. അത് ആർക്കും ഗുണം ഒരാൾക്കും ഗുണം കിട്ടിയിട്ടില്ല. അങ്ങനെ അടുത്ത് ഒത്തിരി പിള്ളേർ പഠിച്ചതുകൊണ്ട് യാതൊരു ഗുണം കിട്ടിയിട്ടില്ല. ഓരോ കൊച്ചങ്ങൾക്ക് ഇന്നുവരെ ഒരു ജോലി കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞ ഈ പുറമ്പോക്കിക്കിടെ കൊടുക്കാൻ എന്തൊരു ഓഫീസുണ്ട് പുറമ്പോക്കിക്കിടെ. എന്നിട്ട് ആ പുറമ്പോക്കിക്കിടെ ഇറങ്ങി തന്നെ ജനങ്ങളുടെ വില പൊട്ടിച്ചു. സ്ഥലം എഴുതി പൊട്ടിച്ചു. ആർക്ക് വൈരാഗ്യമുള്ളത് കണ്ണൂരിൽ നിന്ന് കുറെ കൊണ്ടാളെ ഇറക്കി. കണ്ണൂരിൽ നിന്ന് പോലീസിന്റെ യൂണിയൻ കൊടുത്ത് കുറുവടിയും കൊടുത്ത് കത്തിയും കൊടുത്ത് ഇറക്കി. അല്ലാതെ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇത് തന്നെയാണ് ഉണ്ടായേക്കണേ. അത് ഞാൻ എവിടെയും ലോകം മുമ്പാടും പറയും. ഈ മണിപ്പൂർ നന്നാക്കണമെങ്കിൽ അവനോ ഭരിക്കുന്നോട്ടം നന്നാക്കിയിട്ട് വേണം മണിപ്പൂർ കാര്യം. അപ്പൊ അച്ഛന്മാർക്ക് എന്നാ മുന്തിരിച്ചാറ് കൊടുത്ത് ലഹരി പിടിപ്പിച്ചെന്ന് പറഞ്ഞല്ലോ എത്രാന്. അപ്പൊ ചെറിയ മുന്തിരി ഉണ്ടാക്കി ആദ്യം പെണ്ണുമ്പിളക്ക് കൊടുത്തു അയച്ചളൊക്കെ ഉണ്ടായി ആശുപത്രിക്ക്. അതെന്തിയാ ചെറിയാൻ പറയാത്ത? മെത്രാന്മാരുടെ കാര്യം അറിയുള്ളവരുടെ കാര്യം ഈ ചെറിയാൻ പറഞ്ഞില്ല. ചെറിയ ചെറിയാനെ അതിനെ കയറൂരി വിട്ടേക്കുവാണോ? നിങ്ങൾ അങ്ങനെ പറഞ്ഞൊന്നും ഏൽപ്പിക്കണ്ട. അത് നടക്കണ കാര്യമൊന്നുമല്ല. അല്ല നിങ്ങൾ തെളിവ് തരണം.
ശരി മേ, ഒരുപാട് നന്ദി.